So welcome back again. So today we will discuss about the stores. So we already discussed about some different department in a organization. So last we discussed about the inventory, then inventory models, etc. So today we will discuss about the stores, one of the important department in any organization. So we start from the importance of the store. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ ഈ സെഷൻ ഈ മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവെൻട്രി മോഡൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഓരോ ഓർഗനൈസേഷനിലെയും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ്, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോർ ഈ പർട്ടിക്കുലർ സെഷനിൽ നമുക്കൊന്ന് പഠിക്കാൻ പോകുന്നത്. So after completion of this particular session, we will able to understand the importance of the store, functions and procedure and the different documents of the store, etc. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്റ്റോർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷനായാലും ഒരു ഫാക്ടറി ആയി കഴിഞ്ഞാലും അവിടുത്തെ എല്ലാ മെറ്റീരിയലും നമ്മൾ സ്റ്റോർ ചെയ്യണത് എവിടെയായിരിക്കും? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ബിക്കോസ് കമ്പനിയുടെ ഈ 60-80% ഓഫ് ദി വാല്യൂ, അതിൻ്റെ നമുക്ക് അവരെ സ്പെൻഡ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽസിനാണ്. സോ യു ഹാവ് ടു കീപ് ദിസ് മെറ്റീരിയൽ ഇൻ എ ഗുഡ് പ്ലേസ് അറ്റ് എ സെക്യൂർഡ് മാനർ. നല്ല രീതിയിൽ നല്ലൊരു സ്ഥലത്ത് സെക്യൂറായിട്ട് നമുക്കതിനെ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റോർ ചെയ്താൽ മാത്രം നമുക്ക് ഈ നമ്മുടെ കയ്യിലുള്ള വാല്യൂ, നമ്മുടെ 60-80% ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഈ മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്രയും പൈസ നഷ്ടമായിട്ട് വരാം. അതുകൊണ്ട് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എസെൻഷ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. സോ ഓൾ ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസേഷൻസ് ക്യാരിഡ് വിത്തൗട്ട് പ്രോപ്പർ എയ്ഡ് ഓഫ് സ്റ്റോർ. സോ ഏതൊരു ആക്ടിവിറ്റി ആയാലും ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എയ്ഡിലാണ് നമുക്കൊരിക്കലും നടത്താൻ പറ്റില്ല. കാരണം നമുക്ക് റോ മെറ്റീരിയൽ അറിയാം, ഏതൊരു പ്രൊഡക്ഷൻ കമ്പനി ആയാലും ഓർഗനൈസേഷൻ ആയാലും ഫാക്ടറി ആയി കഴിഞ്ഞാലും എന്ത് വേണം? നമ്മൾ ഏത് പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണ്ടി വരും, കൺസ്യൂമബിൾസ് വേണ്ടി വരും, മറ്റുള്ള ടൂൾസൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതും ആരാണ്? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മളിത് പ്രൊഡക്ഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അവിടേക്ക് സാധനങ്ങൾ കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഒരു കീ ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എല്ലാ ആക്ടിവിറ്റീസും സാധാരണ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറിംഗ് മെറ്റീരിയൽ എസെൻഷ്യൽ ബിക്കോസ് ഓഫ് സ്റ്റോർ മെറ്റീരിയൽ ഇസ് കൺസിഡർഡ് ആസ് ദി asset of the company. 60-80% of the total cost involves the cost of the material. നമ്മൾ മൊത്തം കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ 60-80% of the കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ്. സോ ഇഫ് ദിസ് ക്യാപിറ്റൽ നോട്ട് പ്രോപ്പർലി മാനേജ്ഡ് ദ സബ്സിക്വൻറ്റ് ലോസസ് മേ ഒക്കർ. ഇത് കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ മെറ്റീരിയൽസ് നശിച്ചു പോകും, ഡിറ്റോറിയേറ്റ് ചെയ്ത് പോകും. അത് നമ്മുടെ കമ്പനിക്കായിരിക്കും നഷ്ടം വരുത്തുക. സോ യു ഹാവ് ടു കീപ് all the different material in a secure manner. So unworked material is stored in a particular space inside an organization is known as the store room. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് സ്റ്റോർ ആൻഡ് വാട്ട് ഈസ് സ്റ്റോക്ക്. അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൺവർക്ക്ഡ് മെറ്റീരിയൽ സ്റ്റോർഡ് ഇൻ എ പർട്ടിക്കുലർ സ്പേസ് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ദി സ്റ്റോർ റൂം. എന്താണ് അൺവർക്ക്ഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതിന് ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾസ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെന്ത് പറയാം? അതിന് ആ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റോർ റൂം എന്ന് പറയാം. ഇനി സ്റ്റോറിങ് ഫെസിലിറ്റി ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ്. ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ കിട്ടി, എല്ലാതും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് റൂം. അപ്പോൾ വ്യത്യാസം മനസ്സിലായിരിക്കുന്നു സ്റ്റോർ റൂമും സ്റ്റോക്ക് റൂമും. അൺവർക്ക്ഡ് മെറ്റീരിയൽ സ്റ്റോർഡ് ഇൻ എ പർട്ടിക്കുലർ സ്പേസ് ഇൻസൈഡ് ഓർഗനൈസേഷൻ കോൾഡ് സ്റ്റോർ റൂം. The place where the finished goods are stored is known as the stock room. So the material generally seen in store are divided into raw materials, consumable items, oils, petrol, chemicals, paints, small equipments, hand tools, packing boxes, rejected materials and finished goods, etc. അപ്പോൾ ഒരു സാധാരണയായിട്ടൊരു സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഓഫീസ് കൂടാണ്ട് എന്നൊക്കെ കാണാവുന്നതാണ്. റോ മെറ്റീരിയൽസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. കൺസ്യൂമബിൾ ഐറ്റംസ്, ഓയിൽസ്, പെട്രോൾസ്, കെമിക്കൽസ്, പെയിൻറ്റ്സ്, ചെറിയ ടൂൾസ്, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസൊക്കെ ഫിനിഷ്ഡ് ഗുഡ്സ് അടക്കം റോ മെറ്റീരിയൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലായിരിക്കണം സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കീ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരുവിധ എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിനെ അനുബന്ധിച്ചാണ് നടക്കുന്നത്. ഈ ഒരു സ്റ്റോറിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ദ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ് നോട്ട് ഡൗൺ ഡെഫിഷ്യൻസീസ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഉണ്ടാകും. അവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ വരുന്നത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, നമ്മൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ട റോ മെറ്റീരിയൽ നമുക്ക് ഇലക്ട്രോണിക് കമ്പോണൻസ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ റോ മെറ്റീരിയൽസാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓർഡർ ചെയ്തു ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാക്കുക, അതിലേക്ക് വേണ്ട ബോർഡും കമ്പോണൻസ് ഒക്കെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എവിടേക്കാണ് വരിക? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരിക. സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം ചെക്ക് ചെയ്യും പറഞ്ഞ നമ്പർ, പർച്ചേസ് ഓർഡറിൽ കൊടുത്ത നമ്പർ ഇതിലുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണോ. കുറവാണെങ്കിൽ നമ്മൾ ഡെഫിഷ്യൻസി നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 100 എണ്ണം നമ്മൾ ഓർഡർ ചെയ്തു, 100 ബോർഡ് ഓർഡർ ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയതൊക്കെ 95 കിട്ടിയുള്ളൂ. അപ്പോൾ 5 ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റും കൊടുക്കണേലും നമുക്കത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി പേയ്മെൻറ്റ് കൊടുക്കണേലും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് കൈയുണ്ട്. കാരണം സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതനുസരിച്ചിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ. കാരണം 90 ഓർഡർ ചെയ്തിട്ട് 95 വന്നിട്ടുള്ളൂ. സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് നോക്കി കണ്ടുപിടിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, അതൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അറേഞ്ച് മെറ്റീരിയൽസ് സിസ്റ്റമാറ്റിക് വേ ആൻഡ് എൻഷുർ എഫിഷ്യൻറ്റ് സ്റ്റോറിങ്. അപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് വരുന്നതെല്ലാം തോന്നിയ പോലെ അവിടെ നമുക്ക് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയിടാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെതായ പ്ലേസിൽ കൊണ്ടുപോയിടുക. നമ്മൾ ഓരോ അതിൻ്റെതായ പ്ലേസിൽ ഓരോ ബിന്നുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഷെൽഫുകളുണ്ടായിരിക്കും, അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണമെന്നതിനാണ് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഈസി റിട്രീവലിന് വേണ്ടിയിട്ട്. നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ ഒരു ടി വി ആണെങ്കിൽ ടി വി ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു നോട്ട് രാവിലെ തന്നു, ഒരു ആഴ്ച മുന്നേ തന്നു, ഇത്രയും സാധനങ്ങൾ വേണം. അത് എടുത്തു കൊടുക്കണമെങ്കിൽ നമുക്ക് വലിച്ചിട്ടിട്ട് ഒരു റാൻഡം ഓർഡറിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് പോയി ചെക്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. സോ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ പോയിട്ട് മെറ്റീരിയൽസ് കണ്ടുപിടിക്കാനും റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ മെയിൻറ്റെയിൻ ആക്യുറേറ്റ് ആൻഡ് ടൈമിലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇത്ര നമ്പേഴ്സ് നമുക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇത്ര കമ്പോണൻറ്റ്സ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. പിന്നെ എൻഷുർ ദാറ്റ് സ്റ്റോർ ഐറ്റംസ് ഡിഡൻറ്റ് ഫോൾ ബിലോ പ്രിസ്ക്രൈബ്ഡ് മിനിമം ഓർ ഫിക്സ്ഡ് മാക്സിമം. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റോർ ഐറ്റംസ് കുറേ നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അത് ബർഡനാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എപ്പോഴും ഒരു സർട്ടൈൻ ലിമിറ്റിൽ സ്റ്റോർ ചെയ്യാം. മിനിമം എന്താണ്, കുറേ താഴത്തേക്ക് പോകാനും പാടില്ല, എന്നാൽ കുറേ ഓവറായിട്ട് സ്റ്റോർ ചെയ്യാനും പാടില്ല. അങ്ങനെ വേണം നമുക്ക് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാം. ദ സ്റ്റോർ മെറ്റീരിയൽസ് ഡിഡൻറ്റ് ഫോൾ ബിലോ പ്രിസ്ക്രൈബ്ഡ് മിനിമം. When it goes below prescribed minimum, the production activities will delayed. So you have to ensure that the store of the materials didn't fall below prescribed minimum. Then another, the materials store capacity don't go above fixed maximum. ഒരു നമുക്ക് സാധാരണയായിട്ട് ഒരു ദിവസം 100 ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 200 ഒരു ദിവസത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് മാക്സിമത്തിന് മേലെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ വേണം നമുക്ക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ. കാരണം നമുക്ക് എക്കണോമി കൂടി നോക്കണം. മെറ്റീരിയൽ വില കുറഞ്ഞ വെച്ചിട്ട് കുറേ കൊടുത്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് EPL സ്ഥലം വേണം, അതിനുള്ള മെത്തേഡുകൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സർട്ടൻ ലിമിറ്റിൽ വേണം മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ. പ്രൊട്ടക്ട് മെറ്റീരിയൽസ് ഫ്രം ഫിൽഫറേജ്, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് നാശാവാതിരിക്കാനും കളവ് പോകണ്ടൊക്കെ നമുക്ക് നോക്കണം. പിന്നെ പ്രൊവൈഡ് പർച്ചേസ് റെക്കമെൻഡേഷൻ ആസ് പെർ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മുടെ ഇൻവെൻട്രി മോഡൽസിൽ പഠിച്ചതാണ്. അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദ ഓർഡർ ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദി ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ഈസ് നോൺ ആസ് ദി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമുക്കൊരു പർട്ടിക്കുലർ ഓർഡർ കൊടുക്കുകയാണ്, അത് നമുക്ക് എക്കണോമിക്കലായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു ഇയർ ഇപ്പോൾ 10,000 ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർട്ടൻ ഇക്വേഷൻസും നമ്മുടെ കണ്ടീഷൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് എപ്പോഴും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ പർച്ചേസ് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഒബ്ജക്റ്റീവാണ്? സ്റ്റോറിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ പ്രോപ്പർ റെക്കോർഡ് കീപ്പ് ചെയ്യും. നമുക്ക് വരുന്ന മെറ്റീരിയൽസിൻ്റെയും നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെയും കറക്റ്റ് റെക്കോർഡ് കീപ്പിങ്ങും പിന്നെ പ്രിസർവേഷനും. നമുക്ക് എന്താണ് മെറ്റീരിയൽസ് അല്ല, നമുക്ക് മെറ്റലാണെങ്കിൽ നമുക്ക് ഓയിലിംഗ് കൊടുക്കാം, അതുപോലെ തന്നെ റബ്ബർ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് പാക്കിംഗ് കൊടുക്കാം, അതുപോലെ തന്നെ മറ്റ് കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമുക്ക് പ്രിസർവേഷൻ നമുക്ക് നടത്തണം.
ഇനി ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ കീപ്പിംഗ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റോർ കീപ്പിംഗ്. എന്താണ് സ്റ്റോർ റൂമിൻ്റെ അല്ലെങ്കിൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പിങ്ങിൻ്റെ ഫംഗ്ഷൻ? ഒന്നാമത്തെ റിസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവിങ് ആൻഡ് അക്കൗണ്ടിങ് റോ മെറ്റീരിയൽസ്, ബോട്ട് ഔട്ട് പാർട്സ്, സ്പെയർ, ടൂൾസ് എക്സെട്ര. ഇവിടെ എന്താണ് പറയുന്നത്? റിസിപ്റ്റ് ചെയ്യുക. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് വരുന്ന മെറ്റീരിയൽസ് നമുക്ക് റിസീവ് ചെയ്യണം. പിന്നെ മെറ്റീരിയൽസ് അക്കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് അക്കൗണ്ട് ചെയ്യണം. നമുക്ക് മേടിക്കുന്ന ചെറിയൊരു പാർട്സുകൾ, സ്പെയർസ്, ടൂൾസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്ത് വയ്ക്കുക. അതാണ് റിസിപ്റ്റ് എന്ന് പറയുന്നത്. മെയിൻ എന്ന് പറഞ്ഞാൽ റിസിപ്റ്റ് ചെയ്യുക. നമുക്ക് പർച്ചേസ് ഓർഡർ according to purchase order we will receive the materials. So you have to receive the materials as per the purchase order. You have to ensure that the materials received as per our purchase order and account all the materials into your account. നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മെറ്റീരിയൽസും നമുക്ക് അക്കൗണ്ട് ചെയ്ത് വയ്ക്കുക, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക്. ഇനി അടുത്ത സ്റ്റോറേജ്. Adequate storage and preservation to ensure that the stocks do not suffer from damage, pilferage or deterioration. നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് സ്റ്റോർ ചെയ്യുക, കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്യുക. മെറ്റീരിയൽ നശിച്ചു പോകാതോ തെഫ്റ്റ് ഒന്നും കൂടാണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുക. റിട്രീവൽ എന്ന് എന്താണ്? നമുക്ക് ഈസി ലൊക്കേറ്റിംഗ് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു രാവിലെ 100 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ട് വന്നു, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എന്താണ് അവരുടെ ഒരു നോട്ട് തന്നു, ഇത്രയും നമുക്ക് അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ആ സ്ഥലത്ത് പോയിട്ട് അത് എടുത്തിട്ട് നമുക്ക് അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം. ഇങ്ങനെ ഈസി ആയിട്ട് റിട്രീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യണം. റാൻഡമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ തന്നെ ചിലപ്പോൾ സമയമെടുക്കും. അപ്പോൾ റിട്രീവൽ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റിംഗ് ഈസി ലൊക്കേഷൻ ആൻഡ് റിട്രീവൽ ഓഫ് മെറ്റീരിയൽസ്, കീപ്പിംഗ് ഒപ്റ്റിമം സ്പേസ് യൂട്ടിലൈസേഷൻ. കറക്റ്റായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും അവിടേക്ക് സപ്ലൈ ചെയ്യാനും പറ്റും. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ ഡിപ്പാർട്ട്മെൻറ്റ്. കൺസ്യൂമർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഏതൊക്കെയാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ എന്താണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാവരുടെയും ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർക്കുള്ള മെറ്റീരിയൽസ്, പ്രോപ്പർ മെറ്റീരിയൽസ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഓഫീസിന്, അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ പെൻ മെറ്റീരിയൽസ്, പേപ്പേഴ്സ്, പെന്ന്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആദ്യം വരുന്നത് സ്റ്റോറിലാണ്. ഇവിടെ നിന്നാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തൊക്കെയാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. പിന്നെ റെക്കോർഡ്, മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് ദി മെറ്റീരിയൽ. ഇനി ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗ്? കീപ്പിംഗ് സ്റ്റോർ ക്ലീൻ ആൻഡ് ഗുഡ് ഓർഡർ സോ ദാറ്റ് ദ ഹാൻഡ്ലിംഗ്, പ്രിസർവേഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഇഷ്യൂ ക്യാൻ ബി ഡൺ സാറ്റിസ്ഫാക്ടറിലി. നല്ല രീതിയിൽ നമ്മുടെ സ്റ്റോർ ക്ലീൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിലും ക്ലീൻ ചെയ്തിട്ടും ഓർഡറിലും വയ്ക്കാം മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പ്രിസർവേഷനും സ്റ്റോക്കിങ്ങും ഒക്കെ നല്ല രീതിയിൽ നടക്കും. കൺട്രോൾ, വിജിലൻ്റ് ഓൺ ഡിസ്ക്രിപ്പൻസീസ്, അബ്നോർമൽ കൺസംപ്ഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക്. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിനനുസരിച്ച് സ്റ്റോക്കിൻ്റെ മേലെ ഒരു കൺട്രോൾ വേണം. ഇത് കുറേ കൂടാനും പാടില്ല, എന്നാൽ പെട്ടെന്ന് ചെയ്യാനും പാടില്ല. അബ്നോർമൽ കൺസംപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് നല്ല രീതിയിൽ എന്താണ്? ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാധാരണ ഒരു ദിവസം 100 ഉപയോഗിക്കുമല്ലോ. പക്ഷേ നമ്മൾ ഒരു ദിവസം പിറ്റേ ദിവസം നമ്മൾ നോക്കുകയാണ്, ഒരു ദിവസം 100, പിറ്റേ ദിവസം 150 ഉപയോഗിക്കുക, പിറ്റേ ദിവസം വീണ്ടും 100. അപ്പോൾ അബ്നോർമലായിട്ടുള്ള കൺസപ്ഷൻ്റെ എന്താ കാരണം കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യുക. പിന്നെ കുറേ സ്റ്റോക്ക് നമുക്ക് ഉണ്ടാവാനും പാടില്ല. കാരണം നമുക്ക് വേണ്ടതിനനുസരിച്ച് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ. പിന്നെ സർപ്ലസ് മാനേജ്മെൻറ്റ്. സർപ്ലസ് മാനേജ്മെൻറ്റ് സ്ക്രാപ്പ്, അതുപോലെ സർപ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യുക. പിന്നെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഷെൽഫുകൾ, ബിൻ കാർഡുകൾ, ബിന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ട് നമുക്ക് അവരുടെ ബാലൻസ് ചെയ്ത് നോക്കുക. നമുക്ക് ഇന്ന് ഇത്ര എണ്ണം വന്നു, ഇന്ന് 100 എണ്ണം വന്നു, നമ്മൾ 95 എണ്ണം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തപ്പോൾ എത്ര 5 എണ്ണം ബാക്കിയുണ്ടാവും. അത് നമ്മൾ വെരിഫൈ ചെയ്യുക, കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം ഡെയിലി. പിന്നെ കോർഡിനേഷൻ, കോപ്പറേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു കോപ്പറേഷനും കോർഡിനേഷൻ ഉണ്ടായി മാത്രം നമുക്ക് ഫാക്ടറിയുടെ ഓൾ ഓവർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള പ്രൊസീജിയർ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റോർ ലേഔട്ട്. എന്താണ് സ്റ്റോർ ലേഔട്ട്? ദ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എ സ്റ്റോർ ഈസ് നോൺ ആസ് ദി സ്റ്റോർ ലേഔട്ട്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ഉണ്ടാവും. സ്റ്റോറിൽ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്? അതിന് നമുക്ക് ഒരു ലേഔട്ട് ഉണ്ടാക്കണം. എല്ലാ മെറ്റീരിയൽസും എവിടെയാണ് വെക്കണം, ഓഫീസ് എവിടെ വേണം, നമുക്ക് വഴികൾ എവിടെ വെക്കണം, ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്താണ് ഇടവഴികൾ, ഐസിൽസ്, പിന്നെ മെയിൻ വഴികളൊക്കെ എവിടെ ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുക. എന്താണ് സ്റ്റോർ ലേഔട്ട്.
So internal arrangement of the store is known as the store layout. The efficiency of store keeping very much depend on how and in what way the internal arrangement is planned. സ്റ്റോർ കീപ്പിങ്ങിൻ്റെ എഫിഷ്യൻസി പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ ഒരു വെരി മച്ച് ഡിപ്പെൻഡ് ഓൺ ദ എഫിഷ്യൻസി ഓഫ് ദി സ്റ്റോർ കീപ്പിംഗ്. ദെൻ സ്റ്റോർ ഈസ് ഡിവൈഡ് ഇൻ ടു, നമ്മൾ സാധാരണ സ്റ്റോറുകൾ നമ്മൾ ബിന്നുകളായിട്ട് തിരിക്കാറുണ്ട്. റാക്കുകൾ, ഷെൽഫുകൾ, കണ്ടെയ്നേഴ്സ്, ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യുക. A well-planned layout of store makes the storage easy and gives better appearance, also reduces the damage. ആക്സിഡൻസും ഡാമേജും നമുക്ക് കുറയ്ക്കണമെങ്കിൽ നല്ല രീതിയിൽ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള വഴികൾ വിടുക. അപ്പോൾ നമ്മൾ രണ്ടാൾക്കാർ രണ്ട് സ്ഥലത്തേക്ക് മെറ്റീരിയൽ റിട്രീവ് ചെയ്യുമ്പോൾ എടുക്കാൻ പോയി. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വഴിയാണെങ്കിൽ കടന്നു വരാനൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ട്രോളി കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും എത്രത്തിലുള്ള വീതിയുള്ള ഇടവഴികൾ വിടണം. മെയിൻ ഇടവഴിക്ക് അത്ര വീതി വേണം. നമുക്ക് ഓരോന്ന് പിക്ക് ചെയ്യാൻ, എങ്ങനെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാനുള്ള ഓർഡർ കീപ്പ് ചെയ്യണം, അതൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റോർ ലേഔട്ടാണ്. ഇനി പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് സ്റ്റോർ ഷുഡ് ഫോളോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോർ ലേഔട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാക്സിമം ഈസ് ഓഫ് ഓപ്പറേഷൻ വിത്ത് റെഡി അക്സസിബിൾ ഓഫ് മേജർ മെറ്റീരിയൽസ്. നമുക്ക് മേജറായിട്ട് നമുക്ക് പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യുന്ന, നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് ഈസി ആയിട്ട് അക്സസ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് അറേഞ്ച് ചെയ്യാൻ. പിന്നെ അച്ചീവ് മാക്സിമം വേസ്റ്റ് ഓഫ് സ്പേസ്. അപ്പോൾ പിന്നെ മാക്സിമം സ്പേസ് കറക്റ്റായിട്ട് വേസ്റ്റ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ ഡിറ്റീരിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യുക. പിന്നെ ഹാൻഡ്ലിങ് നമുക്ക് ഈസി ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഒരു അടുത്ത സെഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.